എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലേണേഴ്സിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് ലേണേഴ്സിൻ്റെ പുസ്തകമാണ് സാധാരണ മേടിക്കാറുള്ളത്. എന്നാൽ നമുക്ക് ഫോണിൽ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ലേണേഴ്സിൻ്റെ ചോദ്യോത്തരങ്ങൾ അതുപോലെ തന്നെ ചിഹ്നങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പുതിയതായിട്ട് ലേണേഴ്സ് എഴുതാൻ പോകുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനകത്ത് RTO ലേണേഴ്സ് ടെസ്റ്റ് ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ കാണാം. അതായത് RTO എക്സാം ഇൻ മലയാളം കേരള എന്നൊരു ആപ്ലിക്കേഷനുണ്ട്. അത് 4.3 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സ്ക്രീനിൽ സെലക്ട് ലാംഗ്വേജ് ചോദിക്കുകയാണ്. അവിടെ നമ്മൾ സെലക്ട് ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. പിന്നെ വരുന്ന രണ്ടാമത്തെ പേജിൽ ചോദ്യം ബാങ്ക്, പ്രാക്ടീസ് ചെയ്യുക, പരീക്ഷ, കൂടുതൽ വിവരങ്ങൾ, ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചോദ്യം ബാങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ അധികം അടയാളങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ തുടക്കത്തിലാണെങ്കിൽ നിർത്തുക എന്നുള്ള അടയാളമാണ്. പിന്നെ വഴി കൊടുക്കുക, അതുപോലെ നിർത്തുവാനോ സ്റ്റാൻഡിങ്ങിനോ പാടില്ല, മുൻപോട്ട് മാത്രം, അങ്ങനെ കുറേ അടയാളങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ തൊട്ടടുത്തായിട്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലേണേഴ്സിൽ, അതായത് ലേണേഴ്സിൻ്റെ പുസ്തകങ്ങളിൽ വരുന്ന സെയിം ചോദ്യോത്തരങ്ങൾ നമുക്കിതിൽ പഠിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു ചോദ്യം 1, മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്തു കൂടി ചെയ്യാവുന്നത് എപ്പോഴെല്ലാമാണ്? ഉത്തരം, വലതുവശത്തേക്ക് തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്ത് എത്തിയാൽ. അങ്ങനെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിതിനകത്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ബാക്കിലേക്ക് പോയാൽ രണ്ടാമത് കാണുന്ന പ്രാക്ടീസ് ചെയ്യുക എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യമാണ് ചിഹ്നം തിരിച്ചറിയുക. അതിനകത്ത് ചിഹ്നം നമ്മളിപ്പോൾ കണ്ടു. 1, ആശുപത്രിക്കടുത്ത് നിർത്തുക, പാർക്കിംഗ് പാടില്ല. അപ്പോൾ ഉത്തരം നിർത്തുക എന്നുള്ള അതാണ് ഉത്തരം. ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? B ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഈ ഓറഞ്ച് ബട്ടണിൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ കളറിൽ ടിക്ക് വീണിട്ടുണ്ട്, നമ്പർ 1 എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം വന്നു, മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്തു കൂടി ചെയ്യാവുന്നത് എപ്പോഴെല്ലാമാണ്? A, വണ്ടിയുടെ ഇടതുവശത്ത് സ്ഥലമുള്ളപ്പോൾ. B, വലതുവശത്തേക്ക് തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്ത് എത്തിയാൽ. C, മുൻപോട്ട് പോകുന്ന വാഹനം വേഗത കുറച്ച് പോകുമ്പോൾ. അപ്പോൾ ഉത്തരം B ആണ്. നമ്മൾ BL ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ താഴെ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ചോദ്യോത്തരങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നീട് നമ്മൾ പുറകിലത്തെ പേജിലേക്ക് വരുമ്പോൾ പേജിൽ മൂന്നാമത് കാണിക്കുന്ന പരീക്ഷ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പരീക്ഷ ട്രാഫിക് നിയമങ്ങളും ട്രാഫിക് സിഗ്നലുകളും ഉൾക്കൊള്ളുന്നു. പരീക്ഷയിൽ 20 ചോദ്യങ്ങളുണ്ട്. ഈ പരീക്ഷ വിജയിക്കണമെങ്കിൽ നിങ്ങൾ 12 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടും ഉത്തരം നൽകണം. ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാൻ 60 സെക്കൻഡ് ഉണ്ടാകും. ഓക്കെ കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ചിഹ്നം തിരിച്ചറിയുക. A, എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു. B, കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു. C, സൈക്കിൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം സെലക്ട് ചെയ്യുക. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം B ആണ്, കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഉത്തരം ശരിയാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രീൻ കോളം കാണാം. അതിനകത്തൊരു ടിക്ക് വീഴും. അതോടൊപ്പം തന്നെ ഒന്നാമത്തെ ഉത്തരം ശരിയാണെന്നുള്ളത് തെളിയിക്കുന്നതിന് ഒരു നമ്പർ 1 എന്ന് എഴുതിയിരിക്കുന്നു. വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ചോദ്യം വരും. അടുത്ത ചോദ്യം നമ്മൾ വായിച്ചതിന് ശേഷം ഈ സെയിം ആയിട്ട് നമ്മൾ ഉത്തരം നൽകുക. വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ ബാക്കിലെ പേജിൽ വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പ്രോസസ്സ്, അതുപോലെ തന്നെ ഫോമുകൾ, RTO ഓഫീസുകൾ, നിരാകരണം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഫോമുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള ഫോമുകൾ നമുക്കിതിനകത്ത് അറിയുവാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഫോം 3 ഉണ്ട്, ലേണേഴ്സ് ലൈസൻസിൻ്റെ ഫോം, അതുപോലെ തന്നെ ഫോം 4, ഫോം 1, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഫോമുകളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ടും സാധിക്കും. പിന്നെ തൊട്ട് താഴെയായിട്ട് ന്യൂ ബാഡ്ജ്, ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, ഇതിൻ്റെ എല്ലാ ഫോമുകളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ബൈക്കിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ
നമുക്ക് ആർ ടി ഓഫീസുകളെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ആർ ടി ഓഫീസുകൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് KL01 ട്രിവാൻഡ്രം, KL02 കൊല്ലം, അങ്ങനെ ഓരോ ആർ ടി ഓഫീസുകളെക്കുറിച്ച് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഗുണങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം ഗുണം നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഫേസ്ബുക്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.